വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാം, എൻ്റെ സൗണ്ട് മൊത്തം പോയിരിക്കുകയാണ്. എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. കൂടുതൽ പണികളുള്ള ദിവസം ഇങ്ങനെ സൗണ്ട് പോവാറുണ്ട്. ഞാനതിപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കിയത്, പണി കൂടുമ്പോഴാണ് എൻ്റെ സൗണ്ട് പോണത് എന്നുള്ളത്. പിന്നെ ഇതേ രാവിലെ നാഷ്ടപ്പണികൾ കഴിഞ്ഞിട്ടുണ്ട്, മക്കളെ കുളിപ്പിച്ചെല്ലാം സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് തിരക്കുള്ളൊരു ദിവസമാണ്. എനിക്കില്ലേ ചെറുതിലെ കല്യാണത്തിന് മുമ്പ് തന്നെ ഞാനിങ്ങനെ പറയായിരുന്നു എനിക്ക് 5 മക്കൾ വേണം എന്നുള്ളത് കേട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞ് 2 എണ്ണം പ്രസവിച്ചതോടുകൂടി ആ പൂതി അങ്ങോട്ട് മാറി, സ്വന്തമായിട്ട് പ്രസവിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയായിരുന്നു 3 മക്കൾ സ്വന്തമായിട്ട് പ്രസവിക്കുക, 2 മക്കളെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാം, ദത്തെടുക്കാം, ആരോരും ഇല്ലാത്ത കുട്ടികളെ എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ആങ്ങളെ പറയും അതെന്തിനാണ് ദത്തെടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരോരും ഇല്ലാത്ത കുട്ടികളെ നമ്മൾ സംരക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂലി കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് നീ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ് അത്, വേണമെന്നുണ്ടെങ്കിൽ അവനവൻ പ്രസവിക്കുക, നോക്കുക, വളർത്തുക, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്കൊരു 150 മക്കളുടെ ഉമ്മയായി മാറിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ശരിക്കും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണമെന്നുള്ളത് ചിലർക്ക് മാത്രം മനസ്സിലാവും. നമ്മൾ ആ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാം, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ മക്കൾക്ക് ഓരോ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന പോലെയുള്ള ഫീലാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം തീരെ ഒഴിവില്ലായിരുന്നു. രാവിലെ എണീറ്റ് നമ്മുടെ ഇവിടുത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിന്ന് ഷോപ്പിംഗ് പോകാനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഹയാൻകുട്ടന് ഇതുവരെ അഡ്മിഷൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് അഡ്മിഷൻ എടുക്കാനും വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ അതേപോലെ ചുച്ചുകുട്ടിക്ക് യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിപ്പോഴും കൊടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നിട്ടായിരിക്കും പോകാൻ പറ്റുക. അപ്പോൾ ഞാനൊരു സോഷ്യൽ വർക്കർ എന്ന നിലയ്ക്കും നമ്മുടെ 5 മക്കൾ അതിൻ്റെ കൂടെ ഒരു 150 മക്കളുടെ ഉമ്മയായിട്ടുള്ളൊരു ദിവസമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. രാവിലെ തുടങ്ങിയ പണികൾ നമ്മുടെ ഒരു 4 മണി, അന്ന് രാത്രി അതായത് പുലർച്ചെ 4 മണി വരെ നമുക്ക് പണികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. മക്കൾക്ക് ജ്യൂസൊക്കെ വേണമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. ഞാൻ അതിലേക്ക് ഇട്ടത് ഹൈബിസ്കസ് ഫ്ലേവർ, അതായത് ചെമ്പരത്തി പൂവാണ് കേട്ടോ. ചിലർ ഹിബിസ്കസ് എന്ന് പറയും, ഞാൻ എപ്പോഴും ഹൈബിസ്കസ് എന്നാണ് കേട്ടോ പറയുന്നത്. അതിട്ട് കൊടുത്തിട്ടുണ്ട്, ഉണങ്ങിയതാണ്. ഈ ജഗ്ഗ് പൊട്ടൂല കേട്ടോ. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും പൊട്ടുമോ എന്നുള്ളത്. പൊട്ടില്ല, പൊട്ടാത്ത ഗ്ലാസ്സാണ് കേട്ടോ. ഏകദേശം ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ കാണുന്ന പോലെ ആയിരിക്കും നമ്മുടെ എല്ലാ ദിവസങ്ങളും ഉണ്ടാവുക. പക്ഷേ എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഞാനിങ്ങനെ മൊബൈലിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ കമൻസ് നോക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോൾ എഡിറ്റിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചിങ്ങനെ ചെയ്ത് വെക്കും. അങ്ങനെയാണ് കേട്ടോ ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതേ ഞാനിന്ന് ഒരു ചിക്കൻ റൈസ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ബസ്മതി റൈസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കുറേ സാധനങ്ങൾ നമ്മുടെ കയ്യിലില്ല. ഈ തിരക്കുകളിലൊക്കെ പെട്ടതുകൊണ്ടാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കോളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. നാഷ്ട രാവിലെ കഴിച്ചാണ്, അപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും കൊടുക്കാതെ എനിക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഒരു സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ഞാനും എൻ്റെ മക്കളോ ആരും ഒന്നും കഴിച്ചിട്ടില്ല. രാത്രി 10 മണിക്കാണ് കേട്ടോ നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചിട്ടുള്ളത്, ഈ ഒരു സൂപ്പ് കഴിച്ചതിന് ശേഷം. കാരണം അത്രയും ഒരുപാട് ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തെങ്കിലും പുറത്തേക്കും വേണ്ടിയിട്ട് ചെയ്യുന്നത്. ആ സമയങ്ങളിലായിരിക്കും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിങ്ങനെ വിഷമമാവും കേട്ടോ. പിന്നെ അത് ഞാൻ ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവമാണ്. ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അറിയാത്തവർക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താ സംഭവം എന്നുള്ളത്. അതിട്ടതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഹിബിസ്കസിൻ്റെ വെള്ളം നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടാം. ഇത് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പാണ്. പോരാത്തിന് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സുഖമായിട്ട് ഇതിട്ടിട്ട് കുടിക്കാം. കാരണം ഇത് നമുക്ക് വിശപ്പ് അറിയിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ മക്കൾക്ക് 3 പേർക്കും കൂടെ ഇതേ ഗ്ലാസ്സിലേക്ക് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോ
കാണുന്നവർ ഏതൊക്കെ സ്ഥലത്തു നിന്നാണ്, നിങ്ങളുടെ നാട് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്, അവർക്ക് അറിയില്ല നമ്മുടെ നാട് ഏതാണെന്നുള്ളത്. ഞാൻ പാലക്കാടാണ്. അപ്പോൾ പഴയ ആൾക്കാരാണെങ്കിലും പുതിയ ആൾക്കാരാണെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ, നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നുള്ളത്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടോ? ചിന്തു ചിന്തു. ഞാൻ മക്കൾക്ക് ഇങ്ങനെ ഫ്ലൂയിഡായിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊന്നും മാറില്ല കേട്ടോ. കാരണം നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം ചിന്തി നാശാക്കിയിട്ട് പിന്നെ നമുക്ക് 4 പണിയാവും. അവരെ കൊണ്ട് അടുത്തിരുത്തി കുടിപ്പിച്ച ഗ്ലാസ് അങ്ങോട്ട് വാങ്ങിയിട്ട് ഞാൻ പോവുള്ളൂ. ഇത് വന്നിട്ട് അഗാറോൻ്റെ പ്രൈമോ മൾട്ടി ഫങ്ഷൻ പോട്ടാണ് കേട്ടോ. 2 ലിറ്ററിൻ്റെ അടിപൊളി സംഭവമാണ്. നമുക്ക് താഴെ ഇങ്ങനെ എന്തെങ്കിലും വെജ്ജസ് വെക്കാം, മേലെ മുട്ടയൊക്കെ വെക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ 2 സ്ലൈസ് ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് സൂപ്പും അല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ മാതാച്ചിയൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാവും. അതിലേക്ക് പുഴുങ്ങിയ മുട്ട ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചീസിൽ ഉപ്പുള്ളത് കൊണ്ടിട്ട് നോക്കിയിട്ട് ഇടണം, അങ്ങനത്തെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ്, എന്ത് രസമായിട്ടായിരിക്കുമല്ലേ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയൊരു എന്താ പറയുക, വോൾക്കാനോ പൊട്ടുന്ന രീതിയിൽ ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. ഇത് പെട്ടെന്നാക്കിയിട്ട് വേണം നമുക്ക് പുറത്ത് പോകാൻ, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിട്ടത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരാനും വേണ്ടിയിട്ട്. ഞാൻ ബേബിക്കും ഹേസുക്കും മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ മക്കൾക്കൊക്കെ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും കണ്ടപ്പോൾ ടേസ്റ്റി ആയിട്ടുണ്ടാവുന്ന പറഞ്ഞിട്ട് ഇഷ്ടമാണ്, കുറച്ചും കൂടെ ക്വാണ്ടിറ്റി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നത് കേട്ടോ. ഇങ്ങനെ ഹയാൻ കുക്കിയാണ്. 2 ചീസ് ഇടുമ്പോഴേക്കും ഹയാൻ്റെ വിചാരം വലിയ കുക്കായി. ആണല്ലോ ബ്രോ. ഒരു ചീസ് ഇടുന്നതിന് ഇങ്ങനെയോ പ്രൈസ് ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചൂടുണ്ടിച്ചോ? ഞാൻ കുമ്മ കൊടുക്കണം, അടുത്തുള്ളവർക്കൊക്കെ കുമ്മ കൊടുക്കണം. തരാട്ടോ. ശരി സത്യം എന്തൊക്കെ വിട്ടിക്കണമേ ആർക്കൊക്കെ വേണോ ഒരാണാണെങ്കിൽ എന്റെ അത്ര ചൂട് ചൂടുമാ ഹോളിൽ കൊണ്ടിരുത്ത എന്നിട്ട് ഒരു സ്പൂൺ എടുത്ത് നീ കൊടുക്കും. ഇതിലൊക്കെ ചോറ് മതി എത്രയാന്ന്
അടിച്ചു മാറ്റിയ ഓക്കെ എന്നാ കൊടുത്തുട്ട് ഇനി തരും. ഞാൻ ചന്തത്തിലുള്ള ചാറ്റ പറഞ്ഞ് അമ്മ ഒന്നും കൊടുത്തില്ലേ പറയുമ്പോ അയച്ചൻ അയച്ച അതന്നെയാണ് വേറെ പാത്രത്തിൽ തന്നുള്ളൂ. അപ്പോൾ ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാനും റനിയും ഈ ചെറിയ 2 ബൗളിൽ ഞങ്ങളും കൂടെ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഇന്നത്തെ ഫുൾ എനർജി നമുക്ക് കിട്ടാൻ പോകുന്നത്. മക്കൾക്ക് ഇത് എവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പാരൻസിന് എല്ലാവർക്കും എപ്പോഴും ഉള്ളൊരു ടെൻഷനാണ് മക്കളുടെ സ്റ്റഡീസിനെ കുറിച്ചിട്ട് നല്ലോണം ഒരു ടെൻഷൻ ഉണ്ടാകും. പല പാരൻസിനും നല്ലോണം പേടിയായിരിക്കും. അവർക്ക് എത്ര പഠിക്കാൻ പറഞ്ഞാലും കുട്ടികൾ പഠിക്കുന്നില്ല, ഒന്നും ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നില്ല, കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ബേസിക് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ഹയാനൊക്കെ ഇല്ലേ ഹിന്ദിയിൽ കുറച്ച് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇൻ്റർവെല്ലിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടാവില്ലേ അത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് അവന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കുറേ പേരൻസിന് ഇതുപോലെ ചേർത്തിട്ട് നല്ല മാറ്റം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ, അവൻ്റെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ഹയാൻകുട്ടൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്. വെക്കേഷൻ ടൈമിൽ തന്നെ അവന് ബേസിക്സ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആക്കി കഴിഞ്ഞാൽ സ്കൂൾ തുടങ്ങുമ്പോൾ നല്ലൊരു കോൺഫിഡൻസോടുകൂടെ ക്ലാസ്സിൽ പോകുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചേർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വെക്കേഷന് മാത്രമല്ല ക്ലാസ് കൊടുക്കുന്നത്, വെക്കേഷൻ കഴിഞ്ഞാലും കുട്ടികൾക്ക് ചേരാനായിട്ട് പറ്റും കേട്ടോ. ഇതിൽ ലെറ്റേഴ്സ് മുതൽ പാരഗ്രാഫ് വരെ പ്രോപ്പർ ആക്കിയിട്ട് മക്കളെ ബിൽഡ് ചെയ്തെടുക്കും. ഇതിനൊക്കെ മുമ്പ് കുട്ടികളെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഫ്രീ അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മുടെ മക്കൾ ആവറേജ് സ്റ്റുഡൻ്റ് ആണോ ബിലോ ആവറേജ് ആണോ സ്റ്റുഡൻസിന് എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് പിന്നെ അവർ ക്ലാസ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുക. അസസ്മെൻ്റ് എടുക്കുമ്പോൾ എഴുതാനോ വായിക്കാനോ ബുദ്ധിമുട്ട്, അതിലേതെങ്കിലും ഏത് സബ്ജക്റ്റാണ് ബുദ്ധിമുട്ട്, ഇപ്പോൾ സയൻസ് ആണെങ്കിൽ മാത്സ് ആണെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ ഏത് തന്നെ ആണെങ്കിലും 30 to 40 ഡേയ്സിൽ ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th വരെയുള്ള കുട്ടികൾക്കുണ്ട്. ഇപ്പോൾ മാത്സിലൊക്കെ കാൽക്കുലേഷൻ പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോഴും 10th എത്തിയിട്ട് പോലും ബുദ്ധിമുട്ടുന്ന ഒരുപാട് മക്കളുണ്ട്. ഇവിടെ മോനും ടീച്ചറും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ അവന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ മക്കളെ മനസ്സിലാക്കി അവർ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിലാണ് ക്ലാസ്സൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് സ്കൂളിൻ്റെ കൂടെ ഇതും ഒരു ബേർഡൻ ആയിട്ട് കൊണ്ടുപോകാതെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവർക്ക് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ചിഹ്നം വരുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെ റീഡ് ചെയ്യുന്ന Pira. Pira. Yeah. Pina. Okay. Pina. മോനും ടീച്ചറും മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു മടിയും കൂടാതെ ചോദിക്കാനൊക്കെ പറ്റും. ഇങ്ങനെ ക്ലാസ്സിൽ അവൻ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഈ ഫൗണ്ടേഷൻ ക്ലാസ് മാത്രമല്ല +2 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ICSE ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, എല്ലാ സിലബസും ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അസസ്മെൻറ്റ് ടെസ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ട്യൂഷന് അവർക്ക് എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ഫൗണ്ടേഷൻ ക്ലിയർ ആക്കിയിട്ട് ട്യൂഷനിലേക്ക് കയറുന്നതായിരിക്കും നല്ലത്. ഇനി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രം മതി ട്യൂഷനെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ മാത്സ് മാത്രം മതി, സയൻസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അതല്ല ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ട്യൂഷനും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ക്ലാസ്സാണ് കേട്ടോ അവരെടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിയാണ്. ഇനിയിപ്പോൾ മക്കൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനായിട്ടും പറ്റും. 1 ഇയർ ഒരു CBC മോണ്ടിസോറി കോഴ്സ് ഉണ്ട് കേട്ടോ. അത് പഠിച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ജോബൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് ഒരു ഏജ് ലിമിറ്റ് ഇല്ലാതെ പഠിക്കാൻ പറ്റിയ കോഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രീ അസസ്മെൻറ്റ് ടെസ്റ്റ് എടുത്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മക്കൾക്ക് എവിടെയാണ് പ്രോബ്ലം, അവർക്ക് ഏത് സബ്ജക്റ്റാണ് കിട്ടാത്തത്, എഴുതാനാണോ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വായിക്കാനാണോ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ എന്തായാലും ടീം ഇൻ്റർവെല്ലിൽ ഈ ഒരു ക്ലാസ്സിൽ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇൻ്റർവെല്ലിൻ്റെ കോൺടാക്റ്റ് ചെയ്യണം, അതുപോലെ ഫ്രീ അസസ്മെൻറ്റ് ടെസ്റ്റ് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 10 to 50% ഫീസിൽ അവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടു കേട്ടോ. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് നോക്ക്. പിന്നെ ഓൾറെഡി നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കും കേട്ടോ. നല്ലപോലെ റീഡ് ചെയ്യണം കേട്ടോ. പാസേജ് മാം വാട്സാപ്പ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ പാസേജ് റീഡ് ചെയ്തിട്ട് വേണം നാളെ വരാൻ. ഓക്കെ.
thank you. See you soon. Thank you. Bye. അപ്പോൾ അതേ ഞാൻ അപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇന്നെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇക്കാക്ക് നല്ലോണം തിരക്കുള്ള ദിവസങ്ങളാണ്. ഇപ്പോൾ ഷോപ്പിലൊക്കെ നമ്മുടെ ഫർണിച്ചർ ഷോപ്പൊക്കെ പൂട്ടി ഇപ്പോൾ പുതിയ നമ്മുടെ ബുക്ക് സ്റ്റോളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡെയിലി കറക്റ്റ് ടൈമിലൊക്കെ പോകലൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അതുകൊണ്ട് ഹയാനെ സ്കൂളിൽ വിടാനും വേണ്ടിയിട്ട് മൂപ്പർക്ക് മീൻസ് വിടാനില്ല, അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വരാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു സംഭവം ഉണ്ടായി. അത് ഞാൻ ഷെയർ ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇനി ഷെയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് എൻ്റെ വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് പോവാണ് കേട്ടോ. ഹയാന് മുമ്പ് സ്കൂളിൽ സ്കേറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുമായിരുന്നു. ജസ്റ്റ് വെള്ളത്തിലൊന്ന് ചെയ്ത് നോക്കിയതാണ് ആൾ. അപ്പോൾ അതേ ഞാൻ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഗ്യാപ്പൊക്കെ കിട്ടുന്ന സമയത്ത് മൊബൈലിൽ നിങ്ങളുടെ മെസ്സേജ് ആണെങ്കിലും കമൻ്റ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർ ബുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്കുള്ള റിപ്ലൈസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓട്ടോയിൽ പോകുന്ന സമയത്തും ഒക്കെ ഗ്യാപ്പിലാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. കാരണം നമുക്ക് ഒരു സെക്കൻഡ് പോലും ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇരിക്കാനോ നിൽക്കാനോ പോലും ടൈമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ റിപ്ലൈ കിട്ടാൻ വൈകുകയാണെങ്കിൽ വിഷമിക്കരുത്. എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. നമുക്കൊരു 24 hours മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ 24 hours ഫുള്ളും നമുക്ക് ഈ മെസ്സേജും കമൻറ്റും മാത്രം നോക്കിയിട്ടിരിക്കാനും പറ്റൂല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരുപാട് വേറെ ഇതുപോലെയുള്ള ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരാണിങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് അത് മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ മതി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലല്ലോ. നമുക്ക് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളും നോക്കണം. ഞാൻ ഫുൾ ടൈം ഇത് നോക്കിയിട്ടിരുന്നു എന്ന് വെച്ചാൽ 7 പേര് പട്ടിണിയാവും. പിന്നെ അതേപോലെ എൻ്റെ വരുമാനവും മുടങ്ങും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഞാൻ ആ വഴിയിലിരുന്ന് എന്താണെന്ന് വെച്ചാൽ ബുക്സ് അഡ്മിഷനൊക്കെ എടുത്തിട്ട് ബുക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വരുമ്പോൾ ഓട്ടോ ഒന്നും നിർത്തുന്നില്ല. എനിക്ക് മതിയായി, വെയിറ്റും എടുത്തിട്ട് നടന്ന് മതിയായി. അവസാനം അവിടെ എനിക്ക് ഇരിക്കേണ്ടി വന്നു, തലയിറങ്ങി വീണാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എൻ്റെ നാത്തൂൻ്റെ ഒരു ആൻറ്റീൻ്റെ വീട്ടിന് മുമ്പിൽ ഇരുന്ന് പിന്നെ ഇക്കാനെ വിളിച്ച് കെഞ്ചി പിടിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് വിടുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്നതാണ്. തിരിച്ചു വരുന്ന സമയത്ത് ഒരു ചായക്കടയിൽ കയറിയിട്ട് ഒരു കോഫി കുടിച്ചു. അത്രയും ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ ദേ വീട്ടിലേക്ക് തിരിച്ചു വന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കബോർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കാരണം കുറച്ച് നേരം കുട്ടികളെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഇതിൻ്റെ പുറത്താക്കി കഴിഞ്ഞാൽ കറ പിടിക്കും നമ്മുടെ കൗണ്ടർ ടോപ്പ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ച് ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ കിച്ചണല്ലേ. അപ്പോൾ അത് എന്തെങ്കിലും എവിടെയെങ്കിലും ചെറിയൊരു പൊട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ ജനിച്ചുടനെ തന്നെ സ്വർണ്ണ സ്പൂണും വായിൽ കൊണ്ട് വരുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. ഓരോന്നും നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്ന് വർഷങ്ങളായിട്ട് കിട്ടിയൊരു സംഭവമല്ലേ. അപ്പോൾ ചെറുതായിട്ട് കറ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് അവിടെ ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് വന്ന് പിന്നെ ഇത് അസ്രസ്കരിക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഫോണ് കാര്യങ്ങൾ വരുന്നതാണ് കേട്ടോ. എൻ്റെ നിസ്കാരം കഴിഞ്ഞ് അത്യാഹത്തിൽ ഇരുന്ന് കഴിഞ്ഞ് ദുവാ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എൻ്റെ ഇച്ചിലു ബേബി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ മടിയിൽ വന്നിരുന്നിട്ട് അവളും കൂടെ ദുവാ ചെയ്യും. ഇന്ന് ഇപ്പോൾ അവളുടെ ഫോട്ടോ നോക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇച്ചിലു ബേബി ആരാണ്? ഇച്ചുബി ഇച്ചുബി ഇച്ചുബി. നോക്കട്ടെ എങ്ങനെ ബേ അങ്ങനെ നമസ്കാരം കഴിഞ്ഞ ഉടനെ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ബേബീനെ ഫീഡ് ചെയ്യണം. ഇപ്പോഴും ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫീഡ് ചെയ്യുന്ന സമയത്താണ് മിക്ക സമയത്തും നിങ്ങളുടെ കമൻസൊക്കെ നോക്കുന്നത്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങളുടെ ഒരു എമോജി കണ്ടാൽ പോലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എത്ര സ്ട്രെസ് അടിച്ച് നമ്മൾ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. അവരുടെ ഈ കമൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇതിങ്ങനെ ചാടിക്കളിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇച്ചു ബേബി ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തട്ടി തട്ടി മാറ്റും. അപ്പോൾ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്കുള്ള റിപ്ലൈസൊക്കെ ഞാൻ തരുന്നത് കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ അത് കഴിഞ്ഞിട്ട് മഹരിബുസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകണം. ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ഒരുപാട് പേര് അകമഴിഞ്ഞ് സ്ത്രീകൾ 50 രൂപയായിട്ടും 20 രൂപയായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ മക്കളെ എന്താ പറയുക, സ്വന്തം മക്കളെ പോലെ ചേർത്തി നിർത്തി അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും വലിയൊരു കാര്യം ഇത്ര ഈസി ആയിട്ട് സ്ട്രെസ് ഇല്ലാതെ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഇതേ റെഡിയായി നിന്നിട്ടുണ്ട്.
സൺഡേ കടയുണ്ടാവില്ല. അപ്പോൾ സാറ്റർഡേ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ ഒപ്പിച്ച് വാങ്ങിയെടുക്കണം. അങ്ങനെ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചു ബേബി നല്ല കരച്ചിലാണ് കേട്ടോ. ഞാൻ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ മക്കളും നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പഠിച്ചവൻ അതിൻ്റെ കൂലി നമുക്ക് തരുമായിരിക്കും. കാരണം എത്രയോ പാവപ്പെട്ട മക്കളെ നമുക്ക് അവരുടെ മുഖത്ത് ചിരിപ്പിക്കാൻ നമുക്കൊരു അവസരം കിട്ടുന്നതല്ലേ. എൻ്റെ മക്കൾക്ക് വാങ്ങുന്ന പോലെ തന്നെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങളും വാങ്ങിയത്. ഈ ടേബിൾ പാലക്കാട് എവിടെ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ബാംഗ്ലൂരും ഹൈദരാബാദും പറഞ്ഞ പോലെ എല്ലാ ഭാഗത്തും അന്വേഷിച്ച് ഏറ്റവും ലാസ്റ്റ് അവിടെ ഇല്ലാത്ത സാധനം അവരെടുത്ത് ഫോട്ടോ റെഫറൻസൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ സാധനം ആ ടേബിൾ വരുത്തിച്ചത് കേട്ടോ. പിന്നെ ഇതേ ചെയറുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ടെസ്റ്റ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാം. ഇല്ല പൊട്ടില്ല. എന്താ കൊള്ളാണ്ട് ഞാൻ കുത്തി ഇനി പൊട്ടില്ല. ഇതില് ഇത് എത്രയാണ്? അയ്യോ ഇത് രസല്ല. മിക്സ് ചെയ്തെടുത്താലോ അല്ലെ? എല്ലാം ഒരേ മോഡലാണ്. മിക്സ് ചെയ്യുമ്പോ ചറവറാന്നാവില്ലേ? എന്നാ അതന്നെ എല്ലാ മോഡലും എടുക്കണം. ശരി, ഇതന്നെ ഫുള്ളായിട്ട് 3 കളർ മിക്സ് ചെയ്തിട്ട് ഒരു 23 നല്ല രസമുണ്ടല്ലേ കാണാൻ. കുട്ടികൾക്ക് ഇങ്ങനെ ചാരിക ഇങ്ങനെ ഇരുന്ന് പഠിക്കും സുഖമായിട്ട്. പ്രൈമറിക്കാണ് ഈ ചെയറും ഇതൊക്കെ പ്രീ പ്രൈമറിക്കാണ് കൊടുക്കുന്നത്. പിന്നെ ടേബിളും. ഇനി എന്താണ് മഞ്ഞയില് ഒരു 3 മഞ്ഞ. റെഡ് വേണ്ട, പച്ച വേണോ? കുട്ടികൾക്ക് കളർ പഠിപ്പിക്കാൻ ഈസി ആയിരിക്കും. പച്ച ഒന്നുള്ളൂ. ബ്ലൂ 2 എടുക്കാം അല്ലേ? അത് തുടയ്ക്കാം. ABCD ഇല്ല. ഇതൊക്കെ ഇത് ഈ ബൊമ്മാണ്. പച്ചയും പിങ്ക് 2 എടുക്കായിരുന്നു അമ്മേ. ഈ ചെയർ ഇതിന്റെ അടിയിലത്തെ കളേഴ്സ് വരാൻ വേണ്ടിട്ടാണ്. കളർഫുൾ ആയിരിക്കും ക്ലാസ്. ഇതിൽ 6 ആയില്ലേ? ഓറഞ്ചിന് കുറച്ചൊന്ന് കമ്മിയൊക്കെ മതി. റെഡും കുറച്ച് കമ്മിയാക്കി. ഇതിന്റെ റെഡും കമ്മിയുണ്ടോ? ഈ കളർ ഇരുന്നോട്ടെ, പക്ഷെ കുറവ് മതി. ബാക്കി റെഡും ബ്ലൂ. ഇത് ബാലൻസ് കിട്ടുമല്ലോ അല്ലെ? കുട്ടികൾക്ക് ഇരിക്കുമ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ചോദിച്ചത് ഞാൻ കളിയാക്കില്ല. സ്റ്റെപ്പ് സ്റ്റൂൾ ഇത് എത്ര വില? ഇത് ഫിറ്റ് ചെയ്യാൻ കാണിക്കോ? ഞാൻ പൊതുവേ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് ആരത്തൊന്നും പൈസ വാങ്ങിയിട്ടോ അങ്ങനെ ഒന്നല്ല നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്സൊക്കെ നമ്മുടെ തന്നെ സ്വന്തം പൈസയിൽ നമ്മൾ വാങ്ങിയതായിരുന്നു. പക്ഷേ ഇവർ പെട്ടെന്ന് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഇത്രയും അർഹതപ്പെട്ട കുട്ടികളുണ്ടെന്ന് കേട്ടപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ്. പക്ഷെ അത് ഒറ്റയ്ക്ക് എങ്ങനെ സാധിക്കും പഠിച്ചോനേന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ശരിക്കും നമ്മുടെ സ്വന്തം കുടുംബം തന്നെ പറയണം എല്ലാവരും കൂടെ എന്നെ അത്രയും വിശ്വസിച്ച് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു സംഭവമൊക്കെ ചെയ്യാൻ പറ്റിയത്. പിന്നെ ടോയ്സ് അവർക്ക് കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്തിട്ട് വെച്ചാൽ മതിയേ. അല്ലെങ്കിൽ നമ്മൾ ഈ സെൻറ്ററോട് പൊട്ടിയില്ല. 3 ചെയർ എടുത്തതാണ്. ഞാൻ ശരിക്കും പറഞ്ഞത് ആ സ്കൂൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ. അവിടുത്തെ കുട്ടികൾ അത്രയും അർഹതപ്പെട്ടവരാണ്. അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ സംഭവങ്ങളൊന്നും തന്നെ കണ്ടിട്ടോ തൊട്ടിട്ടോ അനുഭവിച്ചിട്ടോ ഉണ്ടാവില്ല. അപ്പോൾ ഇനി ആ മക്കൾ ആ സ്കൂളിലേക്ക് വരുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ആ സുഖങ്ങൾ അറിയുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷത്തോടു കൂടെ അവർ പഠിക്കുന്ന സമയത്ത് ജീവിതകാലം ഫുള്ളായിട്ട് എന്താ പറയുക, അവരുടെ മക്കളും അവർ അതിൽ നിന്നും പഠിച്ച് അവരെന്ത് നേടിയാലും അതിൻ്റെ എല്ലാം തന്നെ ഗുണം നിങ്ങൾ മരിച്ചാലും ലോകാവസാനം വരെയും
ഇതിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും കേട്ടോ. എനിക്കും കിട്ടും. പിന്നെ അതേപോലെ എന്നെ ഇതുപോലെ വളർത്തിയെടുത്ത അല്ലെങ്കിൽ എന്നെ ഇതുപോലെ എല്ലാം പഠിപ്പിച്ചെടുത്ത കണ്ട് ഞാൻ വളർന്ന എൻ്റെ ഉപ്പാക്കും എന്നിൽ നിന്നും മരണപ്പെട്ടു പോയ എൻ്റെ ഉപ്പാക്കും കിട്ടും. എൻ്റെ ഉപ്പ മരിച്ചിട്ട് ഇന്നേക്ക് 125 ദിവസമായി കേട്ടോ. പാവം എൻ്റെ മക്കൾ കഷ്ടപ്പെടുവാങ്ങോ അറിയോ. എന്റെ ബാഗിൽ ചെയർ കുത്തണോ സീറ്റില്ല, ഞാൻ കഷ്ടപ്പെടുന്നില്ല. സീറ്റൊക്കെ മറിച്ചിടണം. അല്ല മറ്റേ ഷോപ്പിൽ തന്നെ ഞാൻ പറഞ്ഞു വെച്ച സാധനം വാങ്ങണം. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് ഒരു ഷോപ്പിലാത്ത ബേബി ആ ഷോപ്പിൽ തന്നെ ഒരു ടോയ് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അവിടെ ടീച്ചേഴ്സ് പറഞ്ഞത് കുറച്ച് നോട്ട്ബുക്സൊക്കെ കുറവാക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് കുട്ടികൾക്ക് ടോയ്സ് കിട്ടിയാൽ ഉപകാരമായി എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മളൊന്നിലും ഒരു കുറവും വരുത്താതെ നോട്ട്ബുക്സും എല്ലാം കൊടുക്കും. അതിൻ്റെ കൂടെ കുട്ടികൾക്ക് വേണ്ട ടോയ്സും ടേബിളും ചെയറും പിന്നെ വേറെയും കുറേ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. നാളെ ഇനിയിപ്പോൾ നമ്മൾ ബുക്സൊക്കെ വാങ്ങാൻ, നാളെയല്ല ഇന്നത്തെ ദിവസം വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം ബുക്സൊക്കെ വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. 3-ാം തീയതി അവിടെ പോകുന്ന സമയത്ത് ആ മക്കൾക്ക് അത്രയും കണ്ണ് നിറയ്ക്കുന്ന രീതിയിൽ സംഭവങ്ങൾ കൊണ്ടുപോകണം. ഇതെവിടെ വെച്ചിട്ട് നീ എവിടെ അമ്മ അവിടെ അല്ലേ ചെയറിന് മേലെ വെക്ക്. അങ്ങനെ ടേബിള് കാര്യങ്ങളൊക്കെ ഓട്ടോയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ബാക്കിയുള്ള സംഭവങ്ങൾ നമ്മളതേ കാറിൽ കൊണ്ടുവന്ന് വീടെത്തിയിട്ടുണ്ട്. ഇത് നമ്മള് ഗിഫ്റ്റ് കൊടുക്കാണ് കേട്ടാ. പാവപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് കളിക്കാനൊന്നുമില്ല. അവർക്ക് നമ്മള് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ഹാപ്പി ആവില്ലേ? ആ അതിനാണ് അയച്ചാണ് കൊടുക്കാൻ പോണത്. ആ ശരി, കൊടുക്കാം. അല്ലാതെ എടുക്കാൻ വരികയാണ്. തൊടാൻ പാടില്ല, അതിൽ പൂവുണ്ട്. നമ്മൾ സ്ത്രീകളുടെ ഒരു പവറിനെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയോ? നമുക്ക് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. എന്തിനാണെന്നറിയോ സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു കഴിവ് തന്നിട്ടുള്ളത്? നമ്മളാണ് പ്രസവിക്കുന്നത്, നമ്മളാണ് കുട്ടികളെ സംരക്ഷിക്കുന്നത്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയം വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ നോക്കിയില്ലെങ്കിൽ പോലും അവരെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കറിയാനുള്ള ഒരു കഴിവില്ലേ? ആ ഒരു സംഭവം തന്നെ നമ്മൾ ജീവിതത്തിലെ മറ്റ് പല കാര്യങ്ങളിലും ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ആ ഒരു കഴിവ് പ്രയോഗിക്കാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നല്ലൊരു ലക്ഷ്യം വെക്കുക, എന്നിട്ട് അത് മുന്നോട്ട് നോക്കിയിട്ട് പോവുക. ചിലപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം അത്രത്തോളം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്നാണെങ്കിലും നിങ്ങളെ തേടിയെത്തും. പക്ഷെ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവുന്ന മാത്രം. ഈ ലേറ്റ് ആവുന്ന സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഫെഡപ്പായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തായിരിക്കും നമ്മുടെ വിജയം ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ പ്രയാസങ്ങളും എത്രത്തോളം കൂടുന്നുവോ നമ്മുടെ വിജയത്തിൻ്റെ കാഠിന്യം അത്രത്തോളം കൂടും. കാരണം നമ്മളെ പരീക്ഷിക്കുകയാണ്, നമ്മൾ ആ ഒരു വിജയത്തിന് അർഹയാണോ, നമുക്ക് അത്രയും വലിയ വിജയം നമുക്ക് തരാൻ പറ്റുമോ എന്ന് പഠിച്ചോൻ അല്ലെങ്കിൽ ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ്. അതിൽ വിജയിച്ച് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു സ്ഥാനത്തിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ടേബിളൊക്കെ കൊണ്ടുവന്നത് നമ്മുടെ ഒരു മാമയാണ്. അപ്പോൾ മാമാൻ്റെ വണ്ടിയിൽ ഇക്ക നല്ല ബിസിയാണ് കേട്ടോ. അപ്പോൾ മാമാൻ്റെ വണ്ടിയിൽ തന്നെ മക്കൾ ആരും ഉച്ചയ്ക്കൊന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വൈകിട്ടും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ചെറിയൊരു കടി മാത്രം കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പോൾ എനിക്കും വേണ്ടി എൻ്റെ മക്കളും കൂടെ നല്ലോണം എന്താ പറയുക ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഹാപ്പി ആക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാനും വേണ്ടിയിട്ട് വന്ന സമയത്ത് ആ റെസ്റ്റോറൻറ്റിലുള്ള എല്ലാവർക്കും നമ്മൾ തിരിച്ചറിയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കൂട്ടർ ഇവർക്ക് എൻ്റെ വീഡിയോ എപ്പോഴും കാണും, ഭയങ്കര ഇൻസ്പിറേഷനാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയായി അവരോടത്ത് സംസാരിച്ചപ്പോൾ. പിന്നെ അതിന് ശേഷം നമ്മൾ 2 ഷവർമ റോളോ വാങ്ങി, അത് 2ആക്കി കട്ട് ചെയ്തു, 4ആക്കിയിട്ട് നമ്മൾ ഓരോ പീസ് എടുത്തു. പിന്നെ ഒരു പിസ്സ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചുച്ചുക്കുട്ടി ഇവിടെ എല്ലാം അമ്മാൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്, ഇന്ന് ഞാൻ വിളിച്ചിട്ട് വരും. പിന്നെ ഒരു MSB ചിക്കനും വാങ്ങി എല്ലാവരും ഷെയർ ചെയ്തത് എല്ലാവരും കൂടെ കഴിക്കുകയാണ്. പാവം മക്കൾ തിന്നാൻ കിട്ടാത്ത പോലെ കഴിക്കുന്നുണ്ട് കേട്ടോ, അത്രയും വിശപ്പുണ്ടായിരുന്നു. എല്ലാവരും ഫുഡ് കാണാത്ത പോലെ തിന്നു വിഷം തട്ട്. ചുമ്മാ നോക്കട്ടെ, സൂപ്പറായിണ്ടാ. Make it extra spicy. എന്ന് നോക്കണം. കഴിഞ്ഞ
ഫുഡാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറേ സബ്സ്ക്രൈബേഴ്സ് വീണ്ടും കണ്ടു. ഇപ്പോൾ അതേ കുറച്ചും കൂടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജൊക്കെ നോക്കുകയാണ്. ആർക്കെങ്കിലുമൊക്കെ ബാലൻസ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താണ് എല്ലാവരും ഇവിടെ ഇപ്പൊ കാണിക്കുന്ന നോക്കിക്കോ ക്യാമറയില് ഹയാന്റെ കൂത്ത്. ക്യാമറ ഓഫ് ചെയ്യുമ്പോഴാണ് ആ സൈലന്റ്. ബാക്കിലും ഫ്രണ്ടിലും ഒപ്പം ക്യാമറ വെച്ചെന്ന് വെച്ചാൽ ഹയാന്റെ ഇതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ദേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയാണ് ശരിക്കും എൻ്റെ പണികൾ തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോഴേക്കും മക്കൾ ഈ ടോയ്സൊക്കെ കണ്ടിട്ട് അതിലേക്ക് കയറിയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് വന്നിട്ടാ. പിന്നെ ചിലരെങ്കിലും വിചാരിക്കുക സിലൂക്ക് എന്താണ് ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്, സിലൂക്ക് എന്തും ചെയ്യാം, എല്ലാം എളുപ്പമാണ്, സിലൂക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ എല്ലാമെന്ന് വിചാരിച്ചിട്ട് ഡിസപ്പോയിൻറ്റഡ് ആവുന്ന ആൾക്കാരുണ്ട്. സിലൂൻ്റെ ഈ സംഭവങ്ങളെല്ലാം 18 കൊല്ലത്തെ അധ്വാനത്തിലൂടെ മാത്രം വന്നാണ്. ഒന്നും എനിക്ക് ഒരു ഇതുമില്ലാതെ ഒരു ഭാഗ്യത്തിൻ്റെ പുറത്ത് കിട്ടിയ സംഭവങ്ങളൊന്നല്ല കേട്ടോ. അത്രയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ഉറക്കമൊഴിച്ച് എത്രയോ രാത്രികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും നേരത്തിന് ഫുഡ് കഴിക്കാതെയും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയതിന് ശേഷമാണ് ഇങ്ങനൊരു ലൈഫ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പറയണത് നിങ്ങളും ഇപ്പോൾ കാണുന്ന പരീക്ഷണങ്ങളിൽ വിഷമിക്കാതിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. സ്ത്രീ ആണെങ്കിൽ വീട്ടിൽ മാത്രം ഇരിക്കേണ്ടവളാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പറയുന്ന പോലെ അങ്ങനെ വിചാരിച്ചിരിക്കരുത്. എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക. പഠിക്കാനുള്ളൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കുക. നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ മക്കളൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം തന്നെ ഏകദേശം 1 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചു ബേബി എൻ്റെ കുട്ടികൾ ഞാൻ അടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ ഉറങ്ങൂല കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ അവരെ ഉറക്കി അതിന് ശേഷം വീണ്ടും വന്ന് കുറച്ച് നമ്മുടെ മക്കളുടെ ബുക്സൊക്കെ കവർ ചെയ്യാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ച് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു 100 ബുക്കോളം ഉണ്ട്. 4 പേരിൻ്റെയും ബുക്സ്, നോട്ടും ടെക്സ്റ്റും മദ്രസ ബുക്സും എല്ലാം കൂടെ ചേർത്തിട്ട് കുറേ ബുക്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇത്രയും ഒന്നിച്ചിടാൻ നിന്നാൽ ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നിപ്പോയി. എനിക്ക് കോക്കിക്സ് പെയിനുള്ള ഡാമേജ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഏത് നേരം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ട്, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ അസുഖം കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവും. ചെറിയ പെയിനൊക്കെ ആണെങ്കിൽ അങ്ങനെ മൈൻഡ് ആക്കാതെ അങ്ങനെ വിട്ടിട്ട് പോകുന്നതാണ്. പക്ഷേ ഇന്ന് ശരിക്കും എനിക്കത് മനസ്സിലായിട്ടോ. കുറേ നേരം എഡിറ്റ് ചെയ്യാനും ഈ അട്ടിടാനും ഒക്കെ വേണ്ടിയിട്ട് ഇരുന്നതൊക്കെ കൊണ്ട് നിലത്തിരുന്നപ്പോൾ ആ പെയിൻ എനിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ബേബി ഉറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം അട്ടിട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ഇത്ര നേരം എടുത്ത വീഡിയോ ക്ലിപ്സ് ഒരു 500 ക്ലിപ്സൊക്കെ ഇല്ല, കുറേശ്ശായിട്ട് ഇങ്ങനെ കയറ്റി ഇടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2:30 സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നത്തെ സംഭവങ്ങളൊക്കെ കണക്ക് കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. പിന്നെ കുറച്ച് ഡയറി എഴുതാനുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കുറേ വാട്സപ്പിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ കോണ്ടാക്ട് ചെയ്യാനും വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ എന്താ പറയുക, ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു, എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ പൊതുവേ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ എഴുതി വെക്കുക ഒന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ചെയ്യണം എന്നെനിക്ക് തോന്നി. കാരണം ഇതൊരു പ്രോപ്പർ വേയിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. പക്ഷേ എൻ്റെ ഫാമിലീനെയും അധികം ബാധിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഈ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു സംഭവം ചെയ്യണമെന്ന് എനിക്കിപ്പോൾ നല്ല ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ ഇതിന് ശേഷം ഇതിനേക്കാളും കഷ്ടപ്പെടുന്ന എത്രയോ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ട് എന്ന് കേട്ടു. അപ്പോൾ ഇതിൽ നിന്നും ബാലൻസ് വരുന്ന ഇതുകൊണ്ട് നമ്മൾ ആ കുട്ടികളെയും പോയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എന്നും വേണം കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങളുടെ ദുആ വേണം. കാരണം മറ്റുള്ള ആരേക്കാളും എനിക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് സിലു സ്വന്തം കാര്യം നോക്കുക, അല്ലെങ്കിൽ ആരോഗ്യം ഇല്ലെങ്കിൽ ആ മക്കളെ നോക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് അത്രയും വലിയ അച്ചീവ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സമയത്തിന് ഉറങ്ങി, സമയത്തിന് ഭക്ഷണം കഴിച്ച്, സമയത്തിനെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ അച്ചീവ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായതായിട്ട് വലിയൊരിതില്ല. കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തവർക്ക് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ നേടാനായിട്ടും പറ്റിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഇത്രയും മെസ്സേജുകൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് റിപ്ലൈ കൊടുത്തതാണ്. പിന്നെ കുറേ മെസ്സേജുകൾ അതുപോലെ റിപ്ലൈ കൊടുക്കാൻ കഴിയാത്തതും ഉണ്ട് കേട്ടോ. ഈ ഓരോ ഗ്യാപ്പിലാണ് കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വരുന്നത്.
പിന്നെ അത് ഇതുപോലെയാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കും. ഇതുപോലെ 500 ക്ലിപ്സ് കാര്യങ്ങളുണ്ടാവും. നമ്മളൊരു ഓർഡിനറി ഒരു വീഡിയോ പോലെ വെറുതെ അങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് വീഡിയോ എടുക്കുകയല്ല, ഇടയ്ക്കിടയ്ക്ക് ക്ലിപ്പൊക്കെ മാറ്റി ഒറ്റ ക്യാമറ വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും 2ഉം 3ഉം പ്രാവശ്യം ചെയ്യേണ്ടതായിട്ടും നമുക്ക് വരുന്നുണ്ട്. അത്രയും ബുദ്ധിമുട്ടിയാലും നമുക്ക് നല്ലൊരു വീഡിയോ ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നോക്കിയപ്പോൾ വീഡിയോ കുറേശ്ശെയൊക്കെ ഇതിലൊക്കെ കയറ്റി സൗണ്ടൊക്കെ കളഞ്ഞ് അങ്ങനെ വന്നപ്പോൾ 3:15 ആയിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല ദാഹം വിശപ്പും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രി എനിക്ക് വിശക്കുന്ന ഒരു തരം പ്രത്യേക ജീവിയാണ് ഞാൻ. ഉറക്കം വെച്ചിരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് പറയണേ. പിന്നെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു. പിന്നെ കുപ്പിയിൽ നോക്കിയപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല. വെള്ളം ഇല്ലാണ്ട് ഇന്ന് കഴിഞ്ഞാൽ ഇക്ക നല്ല ചീത്ത പറയും. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ആക്കി വെച്ച് പിന്നെ അത് ഞാൻ കിച്ചണിൽ വീണ്ടും റൂമിലേക്ക് പോവാണ്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണ്, എന്തെങ്കിലും ഉപകാരം ഉണ്ട്, ഇൻസ്പിറേഷൻ ഉണ്ട് എന്ന് എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോഴേക്കും സമയം ഏകദേശം 4 മണിയായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നേരമെങ്കിലും ഒന്ന് ഉറങ്ങട്ടെ എന്നുകൊണ്ട് പോയി ഉറങ്ങാൻ പോയി. പിന്നെ അതേ വീണ്ടും രാവിലെ നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 7:45 ആയിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്ന് ഒരു 12:45 നമ്മുടെ ഇച്ചിലു ബേബി എണീറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ പ്രാവശ്യം എണീറ്റ് വന്ന് കുറേ പ്രാവശ്യം ഫീഡ് ചെയ്ത് ഞാൻ ഒതുക്കി. കാരണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അവൾക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് 2 മണിയാകുമ്പോഴേക്കും, അതായത് ഇന്ന് നിങ്ങൾ വീഡിയോ കാണുന്ന ദിവസം 2 മണിയാകുമ്പോഴേക്കും നമുക്കിത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട്, പിന്നെ നാളെയാണ് കുട്ടികളുടെ സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ ആ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്സ്, പെന്ന്, പെൻസില്, പിന്നെ കുറച്ച് ചാർട്ട്, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമുക്ക് ഇന്ന് പുറത്തേക്കും പോകാനുണ്ട്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ മൈൻഡിൽ എപ്പോഴും ഫുള്ളായിട്ട് ഇത്ര മണീൻ്റെ ഉള്ളിൽ ഇത്ര കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ വോൾക്കാനോ പൊട്ടുന്ന പോലെ, തീ എപ്പോഴും പുകയുന്ന പോലെ ആയിരിക്കും എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവുക. ടൈമിങ് അത്രയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് കമൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണം, 2 മണിയാകുമ്പോഴേക്കും വരണം. എന്നിട്ട് അതിന് ശേഷം നിങ്ങളിടുന്ന കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യുക. അങ്ങനെ ഫുൾ ടൈം നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും. അങ്ങനെ ബിസി ആവുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്നറിയോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, വിഷമങ്ങൾ, കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തീരെ സമയം ഉണ്ടാവില്ല ഗൈസ്. പിന്നെ മക്കളും കൂടെ ആവുന്ന സമയത്ത് നമുക്കൊന്ന് ഡിപ്രഷൻ അടിച്ചിരിക്കാനുള്ള ഗ്യാപ്പ് പോലും അവർ തരില്ല. അവർ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ബുക്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോവാണ്, സ്കൂളിലെ മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.